രണ്ടാളുകൾ തമ്മിൽ, അതായത് സ്ത്രീയും പുരുഷനും തമ്മിൽ, അഥവാ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ കാമുകനും കാമുകിയും തമ്മിൽ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നല്ലതായിരിക്കുമ്പോഴും ലൈംഗികാഭിലാഷം പെട്ടെന്ന് കുറയുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും പ്രണയവും കൂടുതൽ അടുപ്പവും തോന്നുന്നത്? മറ്റു ചില ദിവസങ്ങളിൽ നിങ്ങൾക്ക് പൂർണ്ണമായും താല്പര്യമില്ലായ്മ തോന്നുന്നത്? പലരും കരുതുന്നത് ലൈംഗികാഭിലാഷം എന്നത് മാനസികാവസ്ഥ, സ്നേഹം അല്ലെങ്കിൽ ആകർഷണം എന്നിവയെക്കുറിച്ച് മാത്രമാണെന്നാണ്. പക്ഷേ സത്യം എന്തെന്നാൽ ലൈംഗികാഭിലാഷം മനസ്സിൽ മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമായി, പ്രത്യേകിച്ച് നിങ്ങളുടെ ഹോർമോണുകളുമായി അത് ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഹോർമോണുകൾ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം, ആത്മവിശ്വാസം, ഊർജം, അടുപ്പം എന്നിവയെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് എന്ന് പോലും തിരിച്ചറിയാതെ തന്നെ മാറിയേക്കാം. ഇന്ന് നമുക്ക് ലൈംഗികാഭിലാഷത്തിന് പിന്നിലെ യഥാർത്ഥ ശാസ്ത്രം എന്താണെന്നും നിങ്ങളുടെ ശരീരം അതിനെ നിശബ്ദമായി എങ്ങനെ നിയന്ത്രിക്കുന്നുവെന്നും മനസ്സിലാക്കാം. നമസ്കാരം, ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. ലൈംഗികാഭിലാഷം ലിബിഡോ എന്നും അറിയപ്പെടുന്നു. ഇത് ഒരു സ്വാഭാവിക ജൈവിക പ്രേരണയാണ്. വികാരങ്ങൾ, ബന്ധങ്ങൾ, ആരോഗ്യം, മാനസികാവസ്ഥ എന്നിവ ഇതിനെ സ്വാധീനിക്കുന്നു. എന്നാൽ ഇതിന് പിന്നിൽ ഏറ്റവും ശക്തമായ ശക്തികളിൽ ഒന്ന് ഹോർമോണുകളാണ്. ഹോർമോണുകൾ ശരീരത്തിലെ രാസ സന്ദേശവാഹകരാണ്. അവ രക്തപ്രവാഹത്തിലൂടെ സഞ്ചരിക്കുകയും ഊർജം, മാനസികാവസ്ഥ, ഉറക്കം, പ്രത്യുൽപാദനം, അതുപോലെ ലൈംഗികാഭിലാഷം തുടങ്ങിയ നിരവധി പ്രധാന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഹോർമോണുകൾ സന്തുലിതമാകുമ്പോൾ ആഗ്രഹം പലപ്പോഴും സ്വാഭാവികവും അനായാസവുമായി തോന്നുന്നു. എന്നാൽ അവ ചാഞ്ചാടുമ്പോൾ ലിബിഡോ ഉയരുകയോ കുറയുകയോ പൂർണ്ണമായും അപ്രത്യക്ഷമാവുകയോ ചെയ്യാം. ലൈംഗികാഭിലാഷത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന പ്രധാന ഹോർമോണുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ടെസ്റ്റോസ്റ്റിറോൺ. ഇതാണ് പ്രാഥമികമായി താല്പര്യം ഉണ്ടാക്കുന്നത്. ടെസ്റ്റോസ്റ്റിറോണിനെ പലപ്പോഴും പുരുഷ ഹോർമോൺ എന്ന് വിളിക്കുന്നു. പക്ഷേ അത് പകുതി സത്യം മാത്രമാണ്. ആരോഗ്യകരമായ ലൈംഗികാഭിലാഷത്തിന് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ടെസ്റ്റോസ്റ്റിറോൺ ആവശ്യമാണ്. പുരുഷന്മാരിൽ ഇത് പ്രധാനമായും വൃഷ്ണങ്ങളിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. സ്ത്രീകളിൽ ഇത് അണ്ഡാശയങ്ങളിലും അഡ്രിനൽ ഗ്രന്ഥികളിലും ചെറിയ അളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ടെസ്റ്റോസ്റ്റിറോൺ ലൈംഗിക ചിന്തകൾ, ആകർഷണം, ശാരീരിക ഊർജം എന്നിവയുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിൻ്റെ അളവ് ആരോഗ്യകരമാകുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും കൂടുതൽ ആത്മവിശ്വാസവും പ്രചോദനവും ലൈംഗിക ബന്ധത്തിൽ താല്പര്യവും അനുഭവപ്പെടും. എന്നാൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയുമ്പോൾ നിരവധി മാറ്റങ്ങൾ പ്രത്യക്ഷപ്പെടാം. ആഗ്രഹം കുറഞ്ഞേക്കാം, ഊർജം കുറഞ്ഞേക്കാം, പ്രചോദനം ദുർബലമായേക്കാം. ചില ആളുകൾക്ക് ആത്മവിശ്വാസം കുറയുകയോ വൈകാരിക മന്ദത അനുഭവപ്പെടുകയോ ചെയ്തേക്കാം. വാർദ്ധക്യം, ഉറക്കക്കുറവ്, പൊണ്ണത്തടി, വിട്ടുമാറാത്ത രോഗം, സമ്മർദ്ദം അല്ലെങ്കിൽ വ്യായാമക്കുറവ് എന്നിവ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നതിന് കാരണമാകും. അതുകൊണ്ടാണ് കാലക്രമേണയുള്ള ലിബിഡോ മാറ്റങ്ങൾ പലപ്പോഴും വ്യക്തിപരമാകാതെ ജീവശാസ്ത്രപരമായിരിക്കുന്നത്. അടുത്തതായി ഈസ്ട്രജൻ. ഇത് സ്ത്രീകളുടെ ലൈംഗിക ആരോഗ്യത്തിന് പ്രധാനമാണ്. സ്ത്രീകളുടെ ലൈംഗിക ആരോഗ്യത്തിനും സുഖത്തിനും ഈസ്ട്രജൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഇത് യോനിയിലെ ലൂബ്രിക്കേഷൻ,
ടിഷ്യൂ ഇലാസ്റ്റിസിറ്റി, രക്തയോട്ടം, സംവേദനക്ഷമത എന്നിവയെ പിന്തുണയ്ക്കുന്നു. ഈസ്ട്രജൻ്റെ അളവ് സന്തുലിതമാകുമ്പോൾ ബന്ധം കൂടുതൽ സുഖകരവും ആസ്വാദ്യകരവുമായി തോന്നുന്നു. എന്നാൽ ഈസ്ട്രജൻ കുറയുമ്പോൾ നിരവധി ശാരീരിക മാറ്റങ്ങൾ സംഭവിക്കാം. വരൾച്ച വർദ്ധിച്ചേക്കാം. ലൈംഗിക ബന്ധത്തിൽ അസ്വസ്ഥതയോ വേദനാജനകമോ അനുഭവപ്പെടാം. വൈകാരിക ആകർഷണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആനന്ദം കുറഞ്ഞേക്കാം. ആർത്തവ വിരാമത്തിനു ശേഷമോ മുലയൂട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ ചില മരുന്നുകൾ കഴിക്കുമ്പോഴോ ഈ മാറ്റങ്ങൾ പ്രത്യേകിച്ചും സാധാരണമാണ്. പല സ്ത്രീകളും തെറ്റായി സ്വയം കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവരുടെ ബന്ധത്തെ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥ കാരണം ഹോർമോൺ മാറ്റമായിരിക്കാം. ഇത് മനസ്സിലാക്കുന്നത് കുറ്റബോധം ഇല്ലാതാക്കുകയും അത് അവബോധത്താൽ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി പ്രോജസ്റ്ററോൺ. ഇത് ശാന്തവും എന്നാൽ സങ്കീർണവുമായ ഹോർമോൺ ആണ്. ഉറക്കം, മാനസികാവസ്ഥ, ആർത്തവചക്രം എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതിനാൽ പലപ്പോഴും പ്രോജസ്റ്ററോണിനെ ശാന്തമാക്കുന്ന ഹോർമോൺ എന്ന് വിളിക്കാറുണ്ട്. എന്നിരുന്നാലും മറ്റു ഹോർമോണുകളെ അപേക്ഷിച്ച് പ്രോജസ്റ്ററോൺ വളരെ കൂടുതലാകുമ്പോൾ ചില വ്യക്തികളിൽ അത് ലൈംഗികാഭിലാഷം കുറക്കും. ഹോർമോൺ അസന്തുലിതാവസ്ഥ എന്നാൽ എല്ലായ്പ്പോഴും ഒരു ഹോർമോണിൻ്റെ അളവ് കുറയുന്നതിനെക്കുറിച്ചല്ല. ചിലപ്പോൾ ഇത് ഹോർമോണുകൾ തമ്മിലുള്ള അനുപാതം തകരാറിലാകുന്നതിനെക്കുറിച്ചാണ്. ഉദാഹരണത്തിന്, ഉയർന്ന പ്രോജസ്റ്ററോൺ, കുറഞ്ഞ ഈസ്ട്രജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ ഇങ്ങനെ അളവിൽ വ്യത്യാസമുണ്ടായാൽ ക്ഷീണം, വൈകാരിക മന്ദത അല്ലെങ്കിൽ ബന്ധത്തിൽ താൽപ്പര്യക്കുറവ് എന്നിവ ഉണ്ടാകാം. അതുകൊണ്ടാണ് ഹോർമോൺ ആരോഗ്യത്തെ എല്ലായ്പ്പോഴും ഒരു സംഖ്യയായിട്ടല്ല, മറിച്ച് ഒരു സന്തുലിതാവസ്ഥയായി കാണേണ്ടത്. നാലാമതായി പ്രൊലാക്റ്റിൻ. ഇത് നിശബ്ദമായി താൽപ്പര്യം ഇല്ലാതാക്കുന്നു. പ്രസവശേഷം പാൽ ഉൽപ്പാദനത്തെ പിന്തുണയ്ക്കുന്ന ഒരു ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. എന്നാൽ മറ്റു സാഹചര്യങ്ങളിൽ പ്രൊലാക്റ്റിൻ്റെ അളവ് വളരെയധികം ഉയരുമ്പോൾ അത് ലൈംഗികാഭിലാഷത്തെ അടിച്ചമർത്തും. ഉയർന്ന പ്രൊലാക്റ്റിൻ ലിബിഡോ കുറയ്ക്കുകയും പ്രചോദനം കുറയ്ക്കുകയും മൊത്തത്തിലുള്ള ഉത്സാഹം കുറയ്ക്കുകയും ചെയ്തേക്കാം. വിട്ടുമാറാത്ത സമ്മർദ്ദം, ചില മരുന്നുകൾ, ഉറക്കക്കുറവ്, തൈറോയിഡ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ തകരാറുകൾ എന്നിവ കാരണം ഇത് വർദ്ധിച്ചേക്കാം. തങ്ങളുടെ ആഗ്രഹമില്ലായ്മ ഈ ഒരൊറ്റ ഹോർമോണുമായി ബന്ധപ്പെട്ടിരിക്കാമെന്ന് പലരും ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. ചിലപ്പോൾ ശരീരം ലൈംഗിക ബന്ധത്തെ നിരസിക്കുന്നില്ല, അത് ആന്തരിക സമ്മർദ്ദ സിഗ്നലുകളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അഞ്ചാമതായി കോർട്ടിസോൾ. ഇത് ആഗ്രഹത്തെ മറികടക്കുന്ന സ്ട്രെസ് ഹോർമോണാണ്. കോർട്ടിസോൾ ശരീരത്തിൻ്റെ പ്രാഥമിക സ്ട്രെസ് ഹോർമോണാണ്. ചെറിയ ഇടവേളകളിൽ കോർട്ടിസോൾ നമ്മെ ജാഗ്രത പാലിക്കാനും വെല്ലുവിളികളെ നേരിടാനും സഹായിക്കുന്നു. എന്നാൽ സമ്മർദ്ദം സ്ഥിരമാകുമ്പോൾ കോർട്ടിസോൾ വളരെ കാലം ഉയർന്ന നിലയിൽ തുടരും. അങ്ങനെ സംഭവിക്കുമ്പോൾ ശരീരം അതിജീവന രീതിയിലേക്ക് മാറുന്നു. അതിജീവന മോഡിൽ പ്രത്യുൽപാദനവും ലൈംഗികാഭിലാഷവും മുൻഗണനകളല്ല. ഉയർന്ന കോർട്ടിസോൾ ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും ഈസ്ട്രജൻ്റെയും ഫലത്തെ ദുർബലപ്പെടുത്തുന്നു. ഇത് ഊർജം കുറയ്ക്കുന്നു, ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു, ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നു, വൈകാരിക ബന്ധം കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ദീർഘകാല സമ്മർദ്ദത്തിലായ ആളുകൾ പലപ്പോഴും പറയുന്നത്, എനിക്ക് എൻ്റെ പങ്കാളിയെ ഇഷ്ടമാണ്, പക്ഷേ എനിക്കിപ്പോൾ ആഗ്രഹം തോന്നുന്നില്ല. പ്രശ്നം പ്രണയമല്ലായിരിക്കാം, അത് സമ്മർദ്ദത്തിൻ്റെ ജീവശാസ്ത്രം മാത്രമായിരിക്കാം. അടുത്തതായി ലൈംഗിക ഊർജത്തെക്കുറിച്ചുള്ള ആയുർവേദ വീക്ഷണം. പുരാതന ഭാരതീയ ആരോഗ്യ സംവിധാനമായ ആയുർവേദം ലൈംഗിക ഊർജം ശരീരത്തിലെ മൊത്തത്തിലുള്ള സന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് വളരെ കാലമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആയുർവേദം അനുസരിച്ച് ആരോഗ്യകരമായ ആഗ്രഹം നിരവധി അടിസ്ഥാന ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ശരിയായ ഉറക്കം അത്യാവശ്യമാണ്. കാരണം വിശ്രമ സമയത്ത് ഹോർമോണുകൾ നന്നാക്കുകയും
പുനഃസന്തുലിതമാക്കുകയും ചെയ്യുന്നു. മാനസിക പിരിമുറുക്കം ഊർജത്തെയും പ്രത്യുൽപാദന ഊർജത്തെയും ദുർബലപ്പെടുത്തുന്നതിനാൽ സമ്മർദ്ദ നിയന്ത്രണം നിർണായകമാണ്. അഗ്നി എന്നറിയപ്പെടുന്ന ശക്തമായ ദഹനവും പ്രധാനമാണ്. ദഹനം ദുർബലമാകുമ്പോൾ പോഷകങ്ങൾ ശരിയായി ആഗിരണം ചെയ്യപ്പെടുന്നില്ല. ഇത് ശാരീരിക ശക്തിയും ഹോർമോൺ സന്തുലിതാവസ്ഥയും കുറക്കുമെന്ന് ആയുർവേദം പഠിപ്പിക്കുന്നു. അവസാനമായി വാത, പിത്ത, കഫ എന്നീ 3 ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥ ലൈംഗിക ക്ഷേമം ഉൾപ്പെടെയുള്ള മൊത്തത്തിലുള്ള ശാരീരിക ഐക്യത്തെ പിന്തുണയ്ക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ആഗ്രഹം വൈകാരികമോ ശാരീരികമോ മാത്രമല്ല, ഇത് മുഴുവൻ ശരീരത്തിൻ്റെയും സന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു. പ്രധാന സന്ദേശം ഇതാണ്: ആഗ്രഹം കുറവാണെന്ന് പറയുന്നത് ലൈംഗിക ബലഹീനതയല്ല. മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: ലൈംഗികാഭിലാഷം കുറയുന്നത് ഒരു പരാജയമല്ല, അത് ഒരു സ്വഭാവ വൈകല്യമല്ല, അത് എല്ലായ്പ്പോഴും ഒരു ബന്ധത്തിൽ പ്രശ്നവുമല്ല. പലപ്പോഴും അത് ശരീരത്തിൽ നിന്നുള്ള ഒരു സൂചന മാത്രമാണ്. നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണെന്ന് പറയുന്നതായിരിക്കാം നിങ്ങളെയോ പങ്കാളിയെയോ കുറ്റപ്പെടുത്തുന്നതിനു പകരം നിങ്ങളുടെ ശരീരം അയക്കുന്ന സന്ദേശം ശ്രദ്ധിക്കുന്നതാണ് ബുദ്ധി. കാരണം മൂലകാരണം മനസ്സിലാക്കുമ്പോൾ പരിഹാരങ്ങൾ സാധ്യമാകും. ലൈംഗികാഭിലാഷം ഒരു പ്രത്യേക ഘടകത്താൽ നിയന്ത്രിക്കപ്പെടുന്നില്ല. ഹോർമോണുകൾ, ആരോഗ്യം, വികാരങ്ങൾ, സമ്മർദ്ദം, ജീവിതശൈലി എന്നിവയാണ് അതിനെ രൂപപ്പെടുത്തുന്നത്. ഇത് മനസ്സിലാക്കുമ്പോൾ ആഗ്രഹത്തെ നിഗൂഢമായ ഒന്നായി കാണുന്നത് നിർത്തുന്നു. നമുക്ക് പരിപാലിക്കാനും മെച്ചപ്പെടുത്താനും കഴിയുന്ന ഒന്നായി അതിനെ കാണാൻ തുടങ്ങുക. നിങ്ങളുടെ ശരീരത്തെ നന്നായി മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിച്ചെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ചിന്തകളും അനുഭവങ്ങളും മറ്റൊരാൾക്കും സഹായകരമായേക്കാം. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.